നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഷാർഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഭീമ ഗോൾഡ്, പ്യുവർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പ്രശസ്ത സംവിധായകൻ രഞ്ജിത്തിനും പൃഥ്വിരാജിനും കൊച്ചിയിലെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസിൻ്റെ ക്യാമ്പസിലേക്ക് ഹാർദവമായ സ്വാഗതം. സദസ്സിന് വന്ദനം. വ്യത്യസ്തമായ ആവിഷ്കരണ ശൈലിയിലൂടെ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സൂര്യ ടി.വിയുടെ ദ ഗ്രാൻഡ് സെലിബ്രിറ്റി ചാറ്റ് ഷോ, ദ നാഷണൽ പെയിന്റ്സ് ഗൂട്ടി ഷോ ഇതാ നമ്മുടെ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഗൂട്ടി ഷോയെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും സൂര്യ ടി.വിയെയും അമ്മയുടെ പാദസ്പർശമേറ്റ ഈ ഭൂമിയിലേക്ക്, അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക്, ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻ്റേതായ അവതരണ ശൈലിയിലൂടെയും പുതുമയാർന്ന ആശയങ്ങളിലൂടെയും മലയാളത്തിലെ, ഈ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ നിന്നും കയ്യടി വാങ്ങിച്ചു പോന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ the showman of National Paints, the Gooty Show, ഗോവിന്ദൻ കുട്ടിച്ചേട്ടനെ ഈ വേദിയിലോട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എൻ്റെ 7-8 വർഷത്തെ ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിച്ചു. എന്താന്ന് പറയോ? ഇല്ല, ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യണം. ധന്യമായി, ജീവിതം ധന്യമായി. താങ്ക് യു. ഓക്കെ, ഇത് ഈ അമൃത ക്യാമ്പസിൽ നമ്മൾ ഗൂട്ടി ഷോ ചെയ്യുമ്പോൾ ഈ ഷോയുടെ സെക്കൻഡ് വെന്യൂ ഷൂട്ടാണ് ഇവിടെ. അപ്പോൾ
ഞങ്ങളുടെ ആദ്യത്തെ 1, 2, 3 എപ്പിസോഡിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം വളരെ വലിയ പ്രതികരണമാണ്. ഫേസ്ബുക്കിൽ മാത്രം ഞങ്ങൾക്ക് 5 ലക്ഷം ഹിറ്റ്സ് തന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ കള്ളം പറഞ്ഞതല്ല. കാണണോ? കാണിച്ചു തരാം. പ്രത്യേക വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മലയാള സിനിമയിലെ കിങ് മേക്കർ ശ്രീ രഞ്ജിത്ത് ചേട്ടനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നതൊന്നും ഇവർ കേൾക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ മൈക്ക് ആദ്യം ഓഫ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് രഞ്ജിത്തേട്ടൻ വരുമ്പോൾ ഒരു പേടിയുണ്ടായി. അല്ലായിരുന്നോ? ഞാൻ ആദ്യം തന്നെ ഞാൻ രഞ്ജിത്തേട്ടൻ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇടക്കാലത്ത് അമേരിക്കയിൽ പഠിക്കാൻ പോയിരുന്നു. അത് നിങ്ങളെ അറിയിക്കാം. അതിൻ്റെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. പ്ലീസ്, വേറെ ചാൻസ് ഇല്ലേ അത് പറയാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ സബ്വേയിൽ യാത്ര ചെയ്യുമ്പോൾ തിങ്ങി നിറഞ്ഞ സബ്വേയിൽ ഒരു ദിവസം ഞാനൊരു പരസ്യം കണ്ടു. രഞ്ജിത്ത് ഫിലിം ഫെസ്റ്റിവൽ ന്യൂയോർക്കിൽ. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അതിനൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഫിലിം ഫെസ്റ്റിവലിന് രഞ്ജിത്ത് ചേട്ടൻ അമേരിക്കയിലെത്തിയിട്ട് അവിടെ രഞ്ജിത്ത് ചേട്ടനെ സ്വീകരിച്ച ഒരു ചടങ്ങിൽ വെച്ച് രഞ്ജിത്ത് ചേട്ടൻ അവിടെ കണ്ട ചില കാര്യങ്ങൾ തുറന്ന് വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു. അവിടെ കോട്ടും സ്യൂട്ടും ഇട്ട് പത്രാസ് കാണിച്ച് നിന്ന ആൾക്കാരെ നോക്കി രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ പ്രാഞ്ചി ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മലയാള സിനിമയിൽ രഞ്ജിത്ത് ചേട്ടൻ മാത്രമായിരിക്കും. ഇനി ഇവിടേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ശ്രീ പൃഥ്വിരാജിനെയാണ്. രഞ്ജിത്തേട്ടൻ ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, രാജു ഇന്ന് വളരെ അനുസരണയുള്ള കുട്ടിയാണ്. എൻ്റെ അടുത്ത് ഇരിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഇരുന്നുള്ളൂ. നമസ്കാരം. ഞാൻ ഇരിക്കാവോന്ന് ചോദിച്ചത് രഞ്ജിയേട്ടനെ പേടിച്ചിട്ടല്ല, ഗോവിന്ദൻകുട്ടിയെ പേടിച്ചിട്ടാണ്. കാരണം
ഒരു വിമൻസ് കോളേജിൽ കയ്യിൽ ഒരു മൈക്കും കൊടുത്ത് ഗോവിന്ദൻകുട്ടിയെ നിർത്തിയാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് ഗോവിന്ദൻകുട്ടി. അവസരോചിതമായിട്ട് എന്തും എങ്ങനെയും പറഞ്ഞു കളയും. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാവോ ഒക്കെ ചോദിച്ച് വളരെ അനുസരണയോടുകൂടി ഇവിടെ ഇരുന്നത്. അങ്ങനൊന്നുമില്ല, ചില സമയത്ത് സത്യങ്ങൾ പറയും, അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഗോവിന്ദൻകുട്ടിയുടെ സത്യങ്ങൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കുറേ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. ഗോവിന്ദൻകുട്ടിയുടെ സത്യാന്വേഷണ പരീക്ഷണം കുറെ കാലമായിട്ട് തുടരുന്നു. കുറച്ചു കാലമായിട്ട്. രഞ്ജേട്ടാ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി? ഇതൊക്കെ ഒരു പുതിയ കാലത്തിൻ്റെ ഭാഷയിലെ പ്രയോഗങ്ങളാണ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊന്നും വളർന്ന എൻ്റെ കൗമാര യൗവന കാലങ്ങളിൽ കെമിസ്ട്രി എന്ന വാക്കൊന്നും നമ്മൾ ബന്ധങ്ങളെ നിർവചിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അത് പിന്നീട് മലയാളി ബുദ്ധിമുട്ടി പരിഷ്കരിച്ച് പരിഭാഷപ്പെടുത്തി ബന്ധങ്ങളുടെ രസതന്ത്രം എന്നൊക്കെ പറയുന്നത് കുറേയധികം ഭാരമുള്ള വാക്കുകളാണ്. രാജുവും ഞാനുമായിട്ടുള്ള ബന്ധത്തിനെ നിർവചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളെൻ്റെ സുഹൃത്താണ്, അതേസമയം എനിക്ക് അയാൾ പുത്രസ്ഥാനീയനുമാണ്. അതിനേക്കാൾ ഉപരിയുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈശ്വര. എന്താണിത്? അല്ല, ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ റുപ്പി 100-ാം ദിവസമല്ലേ? ഇന്ത്യൻ റുപ്പി ഒരു മാലയിടാൻ വേണ്ടി വന്നു. ശരി, താങ്ക് യു. അല്ല, അപ്പോൾ കൂടെ ഈ മാലയുണ്ടല്ലോ, ഈ പിള്ളേരുടെ നിന്നൊക്കെ 100 രൂപ വെച്ച് തിരിച്ച് ഉണ്ടാക്കിയ മാല തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കാശി പോക്കറ്റ് തിരിച്ച് പ്രതീക്ഷിക്കേണ്ട, സ്ഥലം വിട്ടോളൂ. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. അയാളെൻ്റെ സുഹൃത്താണ്, അതേസമയം എനിക്ക് അയാൾ പുത്രസ്ഥാനീയനുമാണ്. രാജു, രഞ്ജിയേട്ടൻ പറഞ്ഞതിൻ്റെ തന്നെ ഒരു മറുവശമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളില്ലാതെ 3-4 വർഷങ്ങൾ കോളേജിൽ പോയി. അങ്ങനെ ഒരു അമ്മ മാത്രമായിരുന്നു ഒരു ഗുരുസ്ഥാനീയം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുകളിലൊരു അതോറിറ്റിയായി ഞാൻ കണ്ടിരുന്ന ഏക വ്യക്തി എൻ്റെ അമ്മയും. പിന്നെ എൻ്റെ ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 2 സുഹൃത്തുക്കളെ പോലെയാണ്. അപ്പം അതിനുശേഷം ഒരു ഗുരുസ്ഥാനീയനായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏക വ്യക്തി രഞ്ജിയേട്ടനാണ്. അത് എന്നെപ്പോലൊരാൾക്ക് അതിനേക്കാൾ ഉപരിയുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈശ്വര. എന്താണിത്? എന്താണിത്? അല്ല, ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ റുപ്പി 100-ാം ദിവസമല്ലേ? ഇന്ത്യൻ റുപ്പി ഒരു മാലയിടാൻ വേണ്ടി വന്നു. ഇന്ത്യൻ റുപ്പിയുടെ 100 ദിവസമായിട്ട് 100ൻ്റെ ഇന്ത്യൻ റുപ്പി വെച്ച് മാലയിടുക. ശരി, താങ്ക് യു. അല്ല, അപ്പോൾ കൂടെ അതല്ല, ഈ മാലയുണ്ടല്ലോ, ഈ പിള്ളേരുടെ നിന്നൊക്കെ 100 രൂപ വെച്ച് പിരിച്ച് ഉണ്ടാക്കിയ മാല തിരിച്ചു കൊടുത്തില്ലെങ്കിൽ
കാശി പോക്കറ്റിൽ നിന്ന് പോയി. തിരിച്ച് പ്രതീക്ഷിക്കണ്ട, സ്ഥലം വിട്ടോളൂ. രഞ്ജേട്ടാ, ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രഞ്ജേട്ടൻ അതിന് ഇൻസ്റ്റൻ്റായി മറുപടി പറയണം. രാജുവും അങ്ങനെ ചെയ്യണം. ഒറ്റ വാക്കുത്തരങ്ങൾ, ഓബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയാം. രാജുവിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒറ്റ വാക്കിലോ? ഇത് അമേരിക്കയിൽ നിന്ന് പഠിച്ചാണോ ഇത്തരം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്? അതൊരു ഒറ്റ വാക്കിൽ പറയേണ്ട ഉത്തരവാണോ? ഇല്ല ചേട്ടൻ. നല്ല അഭിപ്രായം. രാജു, രഞ്ജിത്ത് ചേട്ടനെ പറ്റി എന്താണ് അഭിപ്രായം? ഒരാൾ പറഞ്ഞ ഉത്തരം അടുത്ത ആൾ പറയാൻ പാടില്ല. ഇതൊന്നും എനിക്ക് സത്യമായിട്ടും ഇതൊന്നും ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന അത്രയും ഭാഷാജ്ഞാനമുള്ള ആളല്ല ഞാൻ. രഞ്ജിയേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മുമ്പ് പറഞ്ഞ ഉത്തരവും പറയാൻ പാടില്ല. അല്ല, ഞാൻ അതല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ അതൊരു വെറൈറ്റി ആവും. എൻ്റെ മുകളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്. അല്ലാതെ പറയണമെങ്കിൽ ഇന്ന് സിനിമ എന്നുള്ളത് വിട്ടേക്കൂ, എൻ്റെ അമ്മ കഴിഞ്ഞാൽ എന്നെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു പക്ഷേ ഏക വ്യക്തിയാണ്. രഞ്ജിത്തേട്ടാ, വിവാഹത്തിന് മുൻപ് രാജുവിന് ഏറ്റവും പേടിയുണ്ടായിരുന്നത് രഞ്ജിത്ത് ചേട്ടനെ എന്ന് കേട്ടിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം എനിക്കറിയില്ല. രഞ്ജിയേട്ടൻ ചോദിച്ചില്ലേ ഗോവിന്ദൻകുട്ടി അമേരിക്ക പോയിട്ട് മാറിയോ? മാറിയിട്ടില്ല രഞ്ജിയേട്ടാ. ഗോവിന്ദൻകുട്ടി പഴയ ഗോവിന്ദൻകുട്ടി തന്നെയാണ്. ഞാൻ കൊടുത്തോളാം. എന്താണ് ഇങ്ങനെ കേൾക്കാൻ കാരണം? ഒന്നും കൂടെ ചോദിക്കും. വിവാഹത്തിന് മുൻപ് ഈ ലോകത്ത് പൃഥ്വിരാജിന് അല്പമെങ്കിലും പേടിയുള്ള ഒരേ ഒരാൾ രഞ്ജിത്ത് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കാരണം? ഒന്നാമത് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് ഗോവിന്ദൻകുട്ടി നിൽക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം എന്ന് ഗോവിന്ദൻകുട്ടിക്ക് പറയാവുന്നൊരു കമൻ്റ് അല്ല അത്. ഗോവിന്ദൻകുട്ടിക്ക് അറിയില്ല. ഗോവിന്ദൻകുട്ടിയും ഞാനും നമ്മളെല്ലാവരും തന്നെ പലതും കേട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഗോവിന്ദൻകുട്ടിയുടെ ഒരു ന്യൂയോർക്ക് നിലവാരത്തിലേക്ക് വരുന്നില്ല ഈ ചോദ്യങ്ങൾ. ഒരാളെ പേടിയില്ലാതിരിക്കുക, പിന്നെ വിവാഹത്തിന് ശേഷം ആ പേടി മറ്റൊരാളിലേക്ക് മാറി എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്നും കുറെക്കൂടെ രസകരമായ ഒറ്റ ചോദ്യങ്ങളിലേക്ക് ഗോവിന്ദൻകുട്ടി തിരിച്ചു വരണം. ന്യൂയോർക്കിന് തിരിച്ചു വരാം. രഞ്ജിത്ത് ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ഭൗതികമായി സംസാരിക്കും. രാജു അത് കാര്യമാക്കണ്ട. ഗോവിന്ദൻകുട്ടി ഇതൊക്കെ ഭൗതികമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഗോവിന്ദൻകുട്ടിയുടെ കുഴപ്പമാണ്. കാരണം ഇതൊരു വളരെ സാധാരണമായ ഒരു അഭിപ്രായം എൻ്റെ മനസ്സിലും തോന്നിയാണ് പറഞ്ഞത്. ഈ പേടിയില്ല ഇതൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ. നമ്മൾ ഒരു നല്ലൊരു ആംബിയൻസിൽ ഇത്രയും നല്ലൊരു ഈ ചോദ്യം ഞാൻ വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്ത് നല്ല ചോദ്യം. ഗോവിന്ദൻകുട്ടിക്ക് മാത്രം തോന്നിയതുകൊണ്ട് എന്തൊക്കെ ഈ ഇരിക്കുന്ന ആർക്കും തോന്നില്ല ഇതൊന്നും. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ ഒരു നല്ല ചോദ്യം. രഞ്ജിത്തേട്ടാ, അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി പറഞ്ഞു, വിജയങ്ങൾക്ക് നമ്മൾക്ക് സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കളുമെന്ന്. എന്താണ് അതിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ എൻ്റെ അറിവിനും ബോധ നിലവാരത്തിനൊക്കെ മുകളിലുള്ള തത്വശാസ്ത്രമോ സിദ്ധാന്തങ്ങളോ ഒക്കെയാണ്. വലിയ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണമെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ വിജയം, വലിയ വിജയം, ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം? ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാനായാലും രാജുവായാലും നടത്തുന്ന സെൻസിബിളായ സിനിമ ശ്രമങ്ങളെ, പ്രവർത്തനങ്ങളെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രേക്ഷക സമൂഹത്തിൻ്റെ പ്രതിനിധികൾ സ്വീകരിക്കപ്പെടാതിരിക്കുക, ഇത്രയുള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നല്ലാതെ ഒരു ചലച്ചിത്ര പ്രവർത്തകന് എൻ്റെ ടാർഗറ്റ് ഇത് മറ്റേ ഇത്ര പമ്പ് സെറ്റുകൾ ഈ മാസം വിൽക്കണമെന്ന് പറയുന്ന ഒരു കമ്പനി മേലധികാരിയുടെ ജോലിയല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. ഇത് അവരുടെ മനസ്സിനെ, ഹൃദയത്തിനെ സ്പർശിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ രാജുവും ഞാനും കൂടെ അങ്ങനെ ഒരു സിനിമ തിരക്കഥയ്ക്ക് ശേഷം ഞാൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ രാജു അഭിനയിക്കുന്നത് ഇന്ത്യൻ റുപ്പിയാണ്.
ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് നമുക്കൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കണ്ടേ എന്നല്ല പരസ്പരം ചോദിച്ചത്. നമുക്ക് സെൻസിബിളായ, ഞാൻ വീണ്ടും അതേ വാക്ക് ഉപയോഗിക്കും, സെൻസിബിളായ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തുചേരുന്നു. ഞാൻ രാജുവിനോട് അതിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ സ്വഭാവം പറയുന്നു, അതിൽ അയാൾക്ക് താല്പര്യം തോന്നുന്നു, ആ സിനിമ ഉണ്ടാവുന്നു. ഈ സിനിമ പൂർത്തിയാവുന്നവരെ ഇതിൻ്റെ സ്വീകാര്യത, ഇത് എത്ര ദിവസം ഓടാൻ പോകുന്നു, ഇതിൽ നിന്ന് എത്ര രൂപ, രാജു അതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ്, അയാൾക്ക് തിരികെ ലഭിക്കും അല്ലെങ്കിൽ ലാഭം എത്ര കിട്ടും, ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത്. ഇത് വെള്ളിയാഴ്ച എന്ന് പറയുന്ന അന്തിമ വിധി ദിനം എന്നാണ് ഞാൻ പറയുക. വെള്ളിയാഴ്ചയെ അത് ഈ കുട്ടികൾ, ഗോവിന്ദൻകുട്ടിയും അടക്കമുള്ള ഒരു പ്രേക്ഷക സമൂഹം വിലയിരുത്തുന്ന ദിവസമാണ്. അത് പരാജയമാണോ വിജയമാണോ വലിയ വിജയമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് മറ്റ് സിദ്ധാന്തങ്ങൾ എനിക്കറിയില്ല. ശത്രു ഉണ്ടെങ്കിൽ വലിയ വിജയം, സുഹൃത്തുണ്ടെങ്കിൽ വിജയം. ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ബോംബെ സിനിമയുടെ ഒരു വലിയ പേരാണ്. മഹേഷ് ഭട്ട് പറഞ്ഞത്, പരാജയങ്ങൾ എന്നെ ആൽക്കഹോളിക് ആക്കി, വിജയങ്ങൾ എന്നെ LSDക്ക് അഡിക്റ്റ് ആക്കി എന്നാണ്. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ആ പരാജയം ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് കഴിഞ്ഞേക്കും. ഒരു സിനിമ വിജയിച്ച് കഴിയുമ്പോൾ ആ ഒരു വിജയം നമ്മളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെയും ഒരു സിനിമാ പ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ ചലഞ്ച്. ഇത് താലിബാനിലെയൊക്കെ പോലെ ഒരു പക്ഷേ സിനിമ എന്ന മാധ്യമത്തെ ചിത്രീകരിക്കാനും പ്രദർശിപ്പിക്കാനും കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായാൽ രഞ്ജിയേട്ടൻ എന്ത് പണി ചെയ്യും? ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ് ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. വിജയങ്ങളും പരാജയങ്ങളും സിനിമാ ജീവിതത്തെ സ്വാധീനിക്കാറില്ലേ? തീർച്ചയായും സ്വാധീനിക്കാറുണ്ട്. പരാജയങ്ങളാണോ വിജയങ്ങളാണോ കൂടുതൽ പ്രചോദനം നൽകുക? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോ രീതിയിലാണ് ഏറ്റെടുക്കുന്നത്. ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ഈ ബോംബെ സിനിമയുടെ ഒരു വലിയ പേരാണ് മഹേഷ് ഭട്ടിൻ്റെത്. മഹേഷ് ഭട്ട് പറഞ്ഞത്, പരാജയങ്ങൾ എന്നെ ആൽക്കഹോളിക് ആക്കി, വിജയങ്ങൾ എന്നെ LSDക്ക് അഡിക്റ്റ് ആക്കി എന്നാണ്. വിജയങ്ങൾ LSDക്ക് അഡിക്റ്റ് ആക്കിയിട്ട് ഇയാൾ ബോംബെയിൽ നിന്നും കാർ എടുത്തിട്ട് ഓഷോ ഇൻ്റർനാഷണൽ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു ഒരു രാത്രി. ഇതൊക്കെ ഓരോ രീതിയിലാണ്. ഇന്ത്യൻ റുപ്പി എന്ന സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ റുപ്പി ഇവിടെ കേരളത്തിലെ റിലീസ് ചെയ്ത എല്ലാ സെൻറ്ററുകളിലും 250 ദിവസവും ഓടിയ സിനിമയൊന്നുമല്ല. അത് എത്തേണ്ട ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അവിടേക്ക് അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു പല പ്രതികൂലമായ ഘടകങ്ങളെയും തരണം ചെയ്ത് അതവിടെ എത്തി എന്നുള്ളതാണ്. അപ്പം മഹാവിജയം എന്ന് പറയുന്നതൊന്നും, ഞാൻ പറയുന്നത് അതൊന്നും അല്ല ഒരു ഫിലിം മേക്കർ സ്വപ്നം കാണേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെൻസിബിളായ ഒരു ഗ്രൂപ്പിനടുത്തേക്ക് അത് എത്തുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ, എൻ്റെ പക്ഷം നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി ഒരു മഹാവിജയമാണ്. നിങ്ങൾ പറയുന്ന ഈ ലെഡ്ജർ ബുക്കിൻ്റെ അകത്തുള്ള കണക്കുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ രാജു, വിജയങ്ങളും പരാജയങ്ങളും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്? സ്വാധീനിക്കുമെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. പലപ്പോഴും ഞാൻ എൻ്റെ എസ്തെറ്റിക്സിന് അനുയോജ്യമല്ലാത്ത, എൻ്റെ കൺവിക്ഷൻ 100% ഇല്ലാത്ത സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞ് നമ്മളെ ഒരു വലിയ ചിന്താക്കുഴപ്പത്തിലാക്കുന്നത് അത്തരം സിനിമകൾ വിജയങ്ങളാവുമ്പോഴാണ്. നമ്മളൊരു സിനിമ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സിനിമ സത്യത്തിലൊരു നല്ല സിനിമയല്ലല്ലോ, ഇത് ഏതാണെന്ന് ചോദിക്കരുത്, എനിക്ക് പറയാൻ പറ്റില്ല, മോശം സിനിമയാണ് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ചിന്ത ഉണ്ടാവുകയും ആ സിനിമ പിന്നീട് തിയേറ്ററിലെത്തി റിലീസായിട്ട് അതൊരു വലിയ വിജയമായിട്ട് കുറേ ആൾക്കാർ പൃഥ്വിരാജ് അത് കലക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു, ഇപ്പം നമ്മൾ നല്ലത് എന്ന് വിശ്വസിക്കുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ അതല്ലേ അംഗീകരിക്കപ്പെടുന്നതെന്നൊരു വലിയ ചിന്താക്കുഴപ്പം വിജയങ്ങൾ സമ്മാനിക്കും. പരാജയങ്ങൾക്കുണ്ട്. നമ്മൾ ഒരുപാട് ഒരു സിനിമയെ പ്രണയിച്ച് ആ സിനിമയുടെ പ്രമേയത്തിനെയും ആ സിനിമയുടെ പിന്നിലുള്ള ഒരു ചിന്തേനെയും ഒരുപാട് സ്നേഹിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഭയങ്കരമായ ഒരു എഫേർട്ട് എടുത്ത് ആ സിനിമ ഒടുവിൽ തിയേറ്ററുകളിൽ എത്തുമ്പോൾ
അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ ആ പരാജയം നമ്മളെ സ്വാധീനിക്കും. നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നു നേരത്തെ ചെയ്ത പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു വലിയ വിജയം കൈവരിക്കാൻ എത്രയോ എളുപ്പമായിരുന്നു, ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രഞ്ജിയേട്ടൻ്റെ തന്നെ മറ്റൊരു ശിഷ്യനായ പത്മകുമാർ സംവിധാനം ചെയ്ത വർഗം എന്ന് പറയുന്ന സിനിമ, രഞ്ജിയേട്ടൻ്റെ തന്നെ മറ്റൊരു സിനിമ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻസ്പിറേഷനാണ്. അതിൽ നിന്ന് പപ്പേട്ടനും എനിക്കും നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിൽ രണ്ടുപേർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഇനിയും ഒരു 100 പ്രാവശ്യവും കൂടി കാണാൻ പറ്റുന്ന സിനിമയാണ് ദേവാസുരം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമ കണ്ട് നമ്മൾ രണ്ടുപേരും ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് ജനനം കൊണ്ട ഒരു സിനിമയാണ് വർഗം. പക്ഷെ അത് ഒരുപാട് പപ്പേട്ടനും ഞാനും ആ സിനിമയെ സ്നേഹിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ആ സിനിമ ചെയ്ത് ആ സിനിമ റിലീസായപ്പോൾ അത് ഒരു വൻ വിജയമൊന്നും ആയില്ല. ഇൻഫാക്ട് കമേഴ്ഷ്യലി അതൊരു പരാജയമായിരുന്നു. ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ്സ് നോക്കണ ഒരു പരാജയമായിരുന്നു. അതെന്നെ സ്വാധീനിച്ചു. ഞാൻ ഇത്രയും ഒരു എഫേർട്ട് എടുത്തൊരു സിനിമ. അപ്പോൾ അത്തരം പരാജയങ്ങളും വിജയങ്ങളും സ്വാധീനിക്കും നമ്മളെ. പക്ഷേ രഞ്ജേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു മറ്റൊരു തലം, പരാജയങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് ഈസി. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ആ പരാജയം ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് കഴിഞ്ഞേക്കും. ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വിജയമാണ്. ഒരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ, ഒരു സിനിമ വിജയിച്ച് കഴിയുമ്പോൾ ആ ഒരു വിജയം നമ്മളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെയും ഒരു സിനിമാ പ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ ചലഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സോ കോൾഡ് ഒരു തട്ടുപൊളുപ്പൻ സിനിമ ഒരു വലിയ വിജയമായതിനു ശേഷം തിരിച്ച് നമ്മൾ നമ്മുടെ എസ്തെറ്റിക്സിന് വഴങ്ങുന്ന ഒരു സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ച്. ഞാൻ അത്തരം തട്ടുപൊളുപ്പൻ സിനിമകളുടെയും ഭാഗമായി നിൽക്കുന്നൊരു നടനാണ്. വീട്ടിലേക്കുള്ള വഴി പോലെയുള്ള കംപ്ലീറ്റ്ലി ഒരു സമാന്തര സിനിമകൾ എന്ന് നിർഭാഗ്യവശാൽ വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമകളുടെയും ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ റുപ്പി പോലെയുള്ള ക്രിട്ടിക്കലി ആൻഡ് കമേഴ്ഷ്യലി ഒരുപോലെ അക്ലെയിംഡ് ആവുന്ന ഒരു എന്താ പറയുക മിഡിൽ ഓഫ് ദ പാത്ത് സിനിമകളുടെയും ഭാഗമായി നിൽക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അത്തരം ഒരു വിഭാഗീയത സിനിമയിൽ ഉണ്ടാകാൻ പാടില്ലെങ്കിലും അതുണ്ടെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടാകുന്ന വിധി നിർണ്ണയങ്ങൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചാണ്. ഓക്കെ, ഇപ്പോൾ രഞ്ജേട്ടാ, ഇപ്പോൾ താലിബാനിലെയൊക്കെ പോലെ ഒരു പക്ഷേ സിനിമ എന്ന മാധ്യമത്തെ അല്ലെങ്കിൽ സിനിമ എന്ന കലാരൂപത്തെ ചിത്രീകരിക്കാനും പ്രദർശിപ്പിക്കാനും കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായാൽ രഞ്ജിയേട്ടൻ എന്തു പണി ചെയ്ത് ജീവിക്കും? സിനിമ ഇല്ലാത്തൊരു കാലത്ത് ഇത്തരം ഒരു ഷോ നടത്തി ഒന്നും കൂട്ടി ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും അതെൻ്റെ മനസ്സിലുള്ള ഒരു ലിസ്റ്റിൽ പെടില്ല മറ്റൊരു ജോലി എന്ന് പറയുന്നത്. പിന്നെ സിനിമയൊന്നും സാധ്യമാവാത്ത ഒരു ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും മനസ്സിൻ്റെ താഴേക്കിടയിലുള്ള ഏറ്റവും മോശം ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഭ്രാന്തൻ സ്വപ്നമാണ്. അങ്ങനെയൊന്നും സംഭവിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിലും ഭേദം ഈ മണ്ണ് മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിൽ ഈ രാജ്യം ഇല്ലാതാവുന്നതൊക്കെ ആയിരിക്കും. അല്ല, ആ കാര്യത്തിൽ നമുക്കൊരു കാര്യം ഇപ്പം ഗോവിന്ദൻകുട്ടി പറഞ്ഞത്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് അതിനപ്പുറത്ത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുന്ന കാലത്തോളം ഈ രാജ്യം എത്ര മനോഹരമാണ് എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുക വേണ്ടത്. ഇതിങ്ങനെ തുടർന്ന് പോവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കുക വേണ്ടത്. ഞാൻ ഈ ഏറ്റവും അടുത്തൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ പൂനെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ജൂറിയായിട്ട് പോയപ്പം ലലെ എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ആക്ട്രസ് ഉണ്ടായിരുന്നു. അവർ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വളരെ ഡൗണായി ഡിപ്രസ്ഡ് ആയിരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇറാനിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഈ പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഓപ്പണിംഗ് സെറിമണിയുടെ ക്ലിപ്പുകൾ യൂട്യൂബിലുണ്ട്. അതിനകത്ത് ഇവർ അമിതാഭ് ബച്ചൻ്റെ തൊട്ട് പുറകിൽ ഇരിക്കുന്നുണ്ട്. ഇവരുടെ തലയിൽ സ്കാർഫ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ശിരോവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇവർ തിരിച്ചു പോയാൽ ചിലപ്പോൾ ഇവർ ആൻസറബിളാണ്. അതിലവർ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ മീഡിയയുടെ മുമ്പിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാനോ അല്ലെങ്കിൽ ജബ്ബാർ പട്ടേലെ പോലുള്ള ആളുകൾ ലാലയെ ഓർമ്മിപ്പിക്കായിരുന്നു, നിൻ്റെ തല മൂടാൻ മറക്കണ്ട. കാരണം അവിടെ പോയി അവരനുഭവിക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലുകളിൽ നമുക്ക് ആർക്കും അവരുടെ കൂടെ ഉണ്ടാവാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാവുന്നൊരു കാലത്ത്, അല്ലെങ്കിൽ ഇതിൽ ഭയം കൊള്ളുന്നൊരു കാലത്ത് ഇന്ത്യ എത്രയോ മനോഹരമായ രാജ്യമായി നമ്മൾ
ഒരുപാട് സ്വാതന്ത്ര്യം പ്രത്യേകിച്ചും സിനിമയിലെ കലാകാരന്മാർ ഇവിടെ അനുഭവിക്കുന്നു. അപ്പോൾ കുഞ്ഞുകുട്ടി, നമുക്ക് മറ്റ് ദുഷ്ചിന്തകൾ വേണ്ട, ഇതിങ്ങനെ തുടരട്ടെ. അപ്പോൾ സിനിമയല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആൾട്ടർനേറ്റീവ് രഞ്ജിയേട്ടനില്ല എന്നുള്ളതാണ്. അല്ല, അത് ഇത്തരം നിയമങ്ങളും നിരോധനങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ഓൾട്ടർനേറ്റീവ് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഈ നിമിഷം വരെ ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ, രാജുവിൻ്റെ മനസ്സിൽ? എനിക്ക് വേറെ ഒന്നും അറിയില്ല ആക്ച്വലി. എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ. പിന്നെ അങ്ങനെ ഒരു യുട്ടോപ്പിയൻ സങ്കല്പമെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഇപ്പോൾ ഉള്ള ഒരു ശരീരം വെച്ച് ആകെ ചെയ്യാൻ പറ്റുന്ന കൂലിപ്പണിയാണ്. വേറെ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് സിനിമ അല്ലെങ്കിൽ ഇല്ലാതായാൽ കൂലിപ്പണിക്ക് പോവാം. ഏതെന്താന്നറിയൂ? എന്താ സാധനം? ഹോസ്റ്റലിൽ തിന്നാൻ കൊടുക്കുന്ന സാധനം? അയ്യോ, അതൊന്നല്ല. ഞങ്ങളുടെ കോളേജിന്റെ ഷോർട്ട് കട്ട്. എന്തായാലും SS എന്ന് പറഞ്ഞാൽ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്. ഒരു കാര്യം കൂടി, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഇതൊരു പരസ്യ ചിത്രീകരണം കൂടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. ഓക്കെ, എന്താണ് നമുക്കിനി കുട്ടികൾക്ക് ചോദിക്കാനുള്ളതെന്ന് ആരാണ് ആദ്യം ചോദിക്കുക? നമ്മളെ കോളേജൊക്കെ ഇഷ്ടമായിട്ടോ? നമ്മളെ SS കോളേജ് ഇഷ്ടമായോ? ഇഷ്ടമായി. SS എന്താന്ന് അറിയൂ? SS എന്താന്ന് അറിയൂ? ഏതെന്താന്നറിയൂ? എന്താ സാധനം? SS. ഹോസ്റ്റലിൽ തിന്നാൻ കൊടുക്കുന്ന സാധനം? അയ്യോ, അതൊന്നല്ല. ഞങ്ങളുടെ കോളേജിന്റെ ഷോർട്ട് കട്ട്. എന്തായാലും SS എന്ന് പറഞ്ഞാൽ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്. ഒരു കാര്യം കൂടി, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഇതൊരു പരസ്യ ചിത്രീകരണം കൂടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. മലയാള സിനിമയിൽ പൃഥ്വിരാജിൻ്റെ എൻട്രി എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരനും മല്ലികയുടെ മകനും എന്ന പേരിലാണ്. പൃഥ്വിനും ഇന്ദ്രജിത്തിന് നല്ലൊരു എൻട്രി ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഗ്ലാമർ കുറച്ച് കൂടിപ്പോയതുകൊണ്ടായിരിക്കാം പൃഥ്വിന് മിക്ക ഫിലിമിലും നായകനായിട്ടും ഇന്ദ്രജിത്തിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോൾസാണ് കിട്ടിക്കൊണ്ടിരുന്നു. കൊമേഡിയൻ, വില്ലൻ, ഹീറോ, അങ്ങനെ കുറേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോൾ. എന്തൊക്കെയാണെങ്കിലും ഒരു പേരുണ്ടാക്കിയെടുക്കുന്നതിലുപരി അത് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അത് നന്നായി നിലനിർത്തി കൊണ്ടുപോയ ഒരാളാണ്. പക്ഷേ നമ്മളെക്കാട്ടും പൃഥ്വിനെ അറിയുന്നതാണ് രഞ്ജിത്ത് സാർ. സാറിൻ്റെ ഫിലിം നന്ദനത്തിലൂടെയാണല്ലോ പൃഥ്വിരാജ് ആദ്യമായിട്ട് മലയാള ഫിലിം മുഖം കാണിക്കുന്നത്. അപ്പം സാർ പൃഥ്വിൻ്റെ ഈ നന്ദനം തൊട്ട് ഇന്ത്യൻ റുപ്പി വരെയുള്ള സിനിമാ ജീവിതത്തിൽ പൃഥ്വി ശരിക്കും ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ആക്ടറായി എന്ന് തോന്നിയതുകൊണ്ടാണോ ഇന്ത്യൻ റുപ്പിയിൽ ഇങ്ങനൊരു ക്യാരക്ടർ പൃഥ്വിന് കൊടുത്തത്? ഇല്ലെങ്കിൽ റിഫൈൻഡ് എല്ലാത്തിനും പൃഥ്വിരാജിനെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാനായിരുന്നു ഈ ഒരു ക്യാരക്ടർ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരാളിനെ റിഫൈൻഡ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ അത്തരം പദ്ധതികളല്ലല്ലോ മുമ്പിലുണ്ടാവുക. ഇപ്പം ജയപ്രകാശ് എന്ന് പറയുന്നൊരു കഥാപാത്രം മനസ്സിലുണ്ടായപ്പോൾ അത് ചെയ്യാൻ ഏറ്റവും മിടുക്കൻ, അല്ലെങ്കിൽ അത് ചെയ്താൽ ഏറ്റവും ഭംഗിയായി അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾ രാജുവാണ് എന്നുള്ള തികഞ്ഞ ബോധ്യമാണ് അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യാൻ കാരണം. എന്ന് വെച്ചാൽ നന്ദനം തൊട്ട് ഈ പറയുന്ന 10 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 10-ലേറെ ഈ കാലത്തിൻ്റെ ഇടയിലൂടെ ഈ നടനിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്നുണ്ട്. രാജു
ചെയ്താൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ള ബോധം മാത്രമേ ഈ ക്യാരക്ടറുമായി അയാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് 100% ശരിയാണെന്ന് അയാളുടെ പെർഫോമൻസിലൂടെ അയാളെ പെർഫോമൻസിനെ അംഗീകരിക്കുക വഴി നിങ്ങളും എന്നോട് തിരിച്ചു പറഞ്ഞു. രാജു ഇന്ത്യൻ റുപ്പിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഞാൻ ഒരുപാട് പേർക്കിത് അറിയില്ലായിരിക്കും. കാരണം എന്നെ ഈ സ്ഥിരമായിട്ട് യൂത്ത് ഐക്കൺ അവാർഡൊക്കെ തരുന്നതുകൊണ്ട് ഞാനിപ്പോൾ എന്തോ അടുത്ത കാലത്ത് വന്ന ആളാണെന്നുള്ളൊരു നല്ലതാണ്. ഞാനും അതങ്ങനെ നിഷേധിക്കില്ല, എനിക്ക് നല്ലതാണ്. ഞാൻ ഈ അഭിനയിച്ചു തുടങ്ങിയിട്ട് 10-15 വർഷമായി. ആക്ച്വലി ഞാനൊരു 70-ഓളം സിനിമകളിൽ അഭിനയിച്ച് കഴിഞ്ഞു. 1, 2 ഇപ്പോൾ 4 ഭാഷകളിലായിട്ട്. എന്നാലും നമ്മുടെ മലയാള സിനിമയിലെ മഹാരഥന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമച്വറാണെന്നും. കാരണം 300-400 സിനിമകളിൽ അഭിനയിച്ച ലോകം കണ്ട ഏറ്റവും നല്ല നടന്മാർ നമ്മുടേതാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു സിനിമാ മേഖലയാണ് മലയാളം. അത്തരമൊരു സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു അമച്വറാണ്. എന്നാലും എൻ്റെ വളരെ ലിമിറ്റഡ് കരിയറിൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന 3-4 സിനിമകളിലൊന്നാണ് ഇന്ത്യൻ റുപ്പിയും അതിലെ ജയപ്രകാശും. എന്നെ ഒരു ആക്ടറിന് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ള 2 ഫിൽം മേക്കേഴ്സാണ് ആക്ച്വലി. ഒന്ന് മണിരത്നവും ഒന്ന് രഞ്ജിയേട്ടനും. നമ്മളൊരു ആക്ടർ കുറേ സിനിമകൾ അഭിനയിക്കുമ്പോൾ അറിയാതെ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് റിയാക്ഷൻ, അയാൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ചിന്തയിലേക്ക് അങ്ങനെ ഓക്കെ റെഡി ടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ സബ്കോൺഷ്യസ്ലി ഇത് ഒരുപാട് ചെയ്ത് വന്നിട്ട് എവിടെയോ ഒരു മെക്കാനിക്കൽ സാധനം ഒരു ആക്ടറിൽ വന്നു പോകും. ഒരു ആക്ടർ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ, ഒരു കഥാപാത്രത്തിനെ സത്യസന്ധമായി സമീപിക്കുമ്പോൾ ഏറ്റവും ടഫ് എന്ന് പറയുന്ന അൺലേണിംഗ് ആണ്. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുക, അത് മറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്കൊരു വലിയ അൺലേണിംഗ് പ്രോസസ്സ് സമ്മാനിച്ച സിനിമയാണ് ഇന്ത്യൻ റുപ്പി, അതിലെ ജയപ്രകാശും. ആ സിനിമ തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പിക്ക് മുൻപും പിൻപും ഞാനെന്ന നടനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യൻ റുപ്പി എനിക്കൊരു വലിയ ഐ ഓപ്പണറായിരുന്നു. അത്തരമൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും ഇപ്പോൾ ഫോർ ഓബ്വിയസ് റീസൺസ് രഞ്ജിയേട്ടൻ്റെ അത്രയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നൊരു ഫിൽം മേക്കർ വേറെയില്ല. കാരണം രഞ്ജിയേട്ടനെ സെറ്റിലാകുമ്പോൾ എൻ്റെ എല്ലാ കുഴപ്പങ്ങളും, എൻ്റെ എല്ലാ ലിമിറ്റേഷൻസും, ഇവൻ എന്ത് ചെയ്താലാണ് ബോറാവുക എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു ഡയറക്ടർ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ ലൊക്കേഷനിൽ വന്നാൽ എന്ത് വേണേൽ ചെയ്യാം, കുഴപ്പമുണ്ടെങ്കിൽ മൂപ്പര് പറഞ്ഞോളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 10-60 ദിവസം ഒരു ആക്ടറിന് കംപ്ലീറ്റ് ഫ്രീഡത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടാവും. അത് തീർച്ചയായിട്ടും എനിക്ക് ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ. ആൻഡ് അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് വളരെ മോഡസ്റ്റ് ഡ്രീംസോടുകൂടി ഞാൻ തുടങ്ങിയ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഓഗസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ സിനിമാ കമ്പനിക്ക് മലയാളത്തിൽ ഇന്നേക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന 2 സിനിമകൾ, ഒന്ന് ഉറുമിയും ഒന്ന് ഇന്ത്യൻ റുപ്പിയാണ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ബോത്ത് ദീസ് ഫിലിംസ്. പൃഥ്വിരാജും രഞ്ജിത്തേട്ടനും. അപ്പൊ എല്ലാവരും കൂടെ തുള്ളിച്ചടി പൃഥ്വിരാജാണ്, രാജേട്ടൻ വരുന്നു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു എല്ലാവരും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഇത്രയ്ക്ക് പൃഥ്വിരാജിനുള്ളത്? ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവാൻ വേണ്ടി എന്താ ഇത്രയ്ക്കുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, എന്താ ഗ്ലാമറടി ആ മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഉള്ള കാര്യം പറയാലോ രഞ്ജിത്തേട്ടാ, സത്യം എനിക്കിപ്പോ മുഖത്ത് നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല. എന്താ ഗ്ലാമർ രഞ്ജിത്തേട്ടന്? ഇതിനോട് രഞ്ജിത്തേട്ടൻ പ്രതികരിക്കണം. പഠിത്തം കഴിഞ്ഞു എന്ന് കേട്ടു, ജോലിയൊന്നും ആയില്ല അല്ലേ? ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന പെൺകുട്ടിയെ ഇപ്പോഴാ കണ്ടേ. എന്ന് വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടി ഒരു പെണ്ണിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം പൃഥ്വിരാജ് ചെയ്ത പോലെ ഒരു സാഹസികമായ ഒരു പെണ്ണിനെ പ്രണയിച്ച് കല്യാണം കഴിക്കാം.
ജോലി എന്ന് പറയുമ്പോൾ സിനിമ ഒരു ജോലിയാണെങ്കിൽ അതൊരു ജോലിയായിട്ട് നമുക്ക് കരുതാം. നല്ല പൊസിഷനിലാണ്. എന്താണത്, മോശമാണോ ജോലി? മോശമൊന്നുമല്ല, നല്ല ജോലിയാണ്, വളരെ നല്ല ജോലിയാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പെൺപിള്ളേർക്ക് പണിയെടുക്കാൻ പറ്റിയ ജോലിയാണ്. സിനിമയിലൊക്കെ നല്ല ഈ നാട്ടു നടപ്പ് ഏതാ നാട്? അതാണ് അറിയണ്ടേ, ഏതാ നാട്? ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിൻറ്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. എന്താണെന്നറിയൂ? ഏതെന്താണെന്നറിയൂ? എന്താ സാധനം? ഹോസ്റ്റലിൽ തിന്നാൻ കൊടുക്കുന്ന സാധനം? അയ്യോ, അതൊന്നല്ല, ഞങ്ങളുടെ കോളേജിന്റെ ഷോർട്ട് കട്ട്. എന്തായാലും SS എന്ന് പറഞ്ഞാൽ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്. ഒരു കാര്യം കൂടി, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഇതൊരു പരസ്യ ചിത്രീകരണം കൂടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഷാർഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ.